ഹലോ ഫ്രണ്ട്സ്, ടൈം വിത്ത് എൻ ബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് മൈക്രോവേവ് ഓവൻ വെച്ചിട്ട് ഒരു ഈസി ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 800 ഗ്രാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഫോർക്ക് വെച്ചിട്ട് കുത്തിയിട്ടുമുണ്ട്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ഇനി നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കുക. എപ്പോഴും നമ്മൾ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ സ്കിന്നോട് കൂടിയ ചിക്കൻ എടുക്കുകയാണ് നല്ലത്. മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ ഇഞ്ചി, പച്ചമുളക്, പുതിന, നാരങ്ങ, വെളുത്തുള്ളി, മല്ലിയില. ഇതൊക്കെ ഞാൻ ഒരു പിടിയാണ് മല്ലിയിലയും പുതിനയും എടുത്തിട്ടുള്ളത്. 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു പിടി മല്ലിയില, അതിനുശേഷം ഒരു പിടി പുതിനയില, ഒരു 2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, ഒരു ചെറുനാരങ്ങയുടെ നീര് കുരുവില്ലാതെ നമ്മൾ എടുക്കണം. ഇനി നന്നായി ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഈ അരച്ച് വെച്ച പേസ്റ്റിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കസൂരി മേത്തി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1.5 ടീസ്പൂൺ തന്തൂരി മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത പേസ്റ്റിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ നന്നായി തേച്ച് പിടിപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് ഒരു 30 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നാൽ മാത്രമേ ആ മസാലകൾ മൊത്തം ചിക്കനിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. 1 മണിക്കൂറിന് ശേഷം ചിക്കൻ പുറത്തെടുത്ത് നമ്മൾ ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേയിൽ കുറച്ച് ബട്ടർ തേക്കുക. ബട്ടർ തേച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഓവനിൽ വെച്ച് നമുക്ക് വേണ്ട ഓപ്ഷൻസൊക്കെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഗ്രിൽഡ് വിത്ത് മൈക്രോവേവ് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 1 സൈഡ് 25 മിനിറ്റ്സ് ആണ് ടൈം കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡ് ഗ്രില്ലായതിനു ശേഷം മറ്റേ സൈഡ് നമ്മളൊരു 25 മിനിറ്റ്സ് ഗ്രില്ല് ചെയ്യാൻ വയ്ക്കുക. ഗ്രില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി മൈക്രോവേവ് വിത്ത് ഗ്രിൽഡ് ഓപ്ഷൻ ഉള്ള എല്ലാവരും എൻ്റെ ഈ ഡിഷ് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഡിഷ് നമുക്ക് പൊറോട്ടയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ പെയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.